ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞു. 3ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കോഴിക്കുഞ്ഞ് ഒരു പ്രളയത്തിൽ ഒരു ചെരുപ്പിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. പേജ് നമ്പർ 19 കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രക്കു ധ്യാൻ സെ ദേഖിയെ ഔർ സഹി ഉത്തർ ചുനെ. ഈ ചിത്രത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. ചിത്രമേ ക്യാ ക്യാ ദേഖ്തേ ഹേ. ഈ ചിത്രത്തിൽ എന്തെല്ലാം കാണാം? ചൂസ, അതായത് മൂർഖി കാ ബച്ച, കോഴിക്കുഞ്ഞ്. പിന്നെ ഘർ, അവിടെ വീട് കാണാം. മോട്ടോർ ഗാഡിയ, വണ്ടികൾ കാണാം. സടക്ക്, റോഡ്. ബാഡ് കാ പാനി, പ്രളയത്തിലെ വെള്ളം. പേട്, മരം. ടൂട്ടി ചപ്പൽ, പൊട്ടിയ ചെരുപ്പ്. പിന്നെ നാവ്, വഞ്ചി. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്. ഇനി അടുത്തത് ചൂസ കിസ്കെ ഊപ്പർ ഹേ. കോഴിക്കുഞ്ഞ് എന്തിന് മുകളിലാണ്? അതിൽ ടൂട്ടി ചപ്പൽ, അതാണ് അതിൻ്റെ ആൻസർ. ആപ്പ് ജാൻതേ ഹേ ചൂസെ കി ജാൻ ഖത്തരെ മേ ഹേ. നിങ്ങൾക്കറിയാം ഈ കോഴിക്കുഞ്ഞിൻ്റെ ജീവിതം പ്രശ്നത്തിലാണ്. ആപത്തിക്ക് സമയ ചൂസയ്ക്ക് സഹായത കിസ്നെ കി. ആ ഒരു ആപത്ത് ഘട്ടത്തിൽ കോഴിക്കുഞ്ഞിനെ എന്താണ് രക്ഷിച്ചത്? ആൻസർ ഇതാണ്. 2ാമത്തെ ഉത്തരം ടൂട്ടി ചപ്പൽ, ഒരു പൊട്ടിയ ചെരുപ്പാണ് നമ്മളുടെ ഈ കോഴിക്കുഞ്ഞിനെ രക്ഷിച്ചത്. ഇവിടെ അടുത്ത ചോദ്യം, യഹ് ചിത്ര ആപ്സെ ക്യാ കഹ് രഹാ ഹേ ബത്തായിയേ. നിങ്ങൾ പറയൂ, ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇതാ നിങ്ങളവിടെ എഴുതണം. അതിൻ്റെ ആൻസർ, ഓരോ വസ്തുവിനും വ്യക്തിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഈ ഒരു ആശയം പ്രതിപാദിക്കുന്ന കവിതയാണ് നമ്മുടെ ടൂട്ടാ പഹിയ. പ്രത്യേക വസ്തു വ്യക്തി കാ അപ്പന മഹത്വ ഹേ. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ ഒന്നുകൂടി നോക്കാം. ടൂട്ടി ഹുയി ചപ്പൽ കോ ഹം അനുപയോഗി കഹത്തെ ഹുയെ ചോടെ ദേത്തെ ഹേ. പൊട്ടിയ ചെരുപ്പ് ആവശ്യമില്ലാത്തതെന്ന് കരുതി നമ്മൾ കളയുന്നു. ലേക്കിൻ ബാഡ് കെ അവസർ പർ, ഒരു പ്രളയം വന്നപ്പോൾ ടൂട്ടി ചപ്പൽ ചൂസേക്ക് സഹായത കർത്തി ഹേ. ആ പൊട്ടിയ ചെരുപ്പ് കോഴിക്കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്തു. ജിസ് ആത്മീ വസ്തു കോ ഹം വ്യർത്ഥ യാ അനുപയോഗി സോച്ച് കർ ചോട് ദേത്തെ ഹേ. ഏതൊരു മനുഷ്യനെയാണോ അതുപോലെ ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ അത് ഉപയോഗശൂന്യമാണ് എന്ന് കരുതിക്കൊണ്ട് വലിച്ചെറിയുന്നത്, ഉപേക്ഷിക്കുന്നത്, വഹ് ഭി കഭി കഭി കിസി കെ ലിയെ ഉപകാർ കർ സക്താ ഹേ. അതായിരിക്കും നമ്മളെ എപ്പോഴെങ്കിലും സഹായത്തിന് എത്തിച്ചേരുക. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു പാഠത്തിൻ്റെ മുന്നിലുള്ള ആക്ടിവിറ്റീസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതാനുള്ളതെല്ലാം എഴുതി വയ്ക്കുക. അടുത്ത ടൂട്ടാ പഹ്യ എന്ന പാഠത്തിലെ കുറേ മീനിങ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ആ ചാപ്റ്ററിൽ ഉള്ള കുറച്ച് പ്രതീകങ്ങളുടെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ടൂട്ടാ പഹ്യ എന്ന പാഠം ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് പഹ്യ. പഹ്യ എന്ന് പറഞ്ഞാൽ ചക്രം. ടൂട്ടാ പഹ്യ എന്നാൽ പൊട്ടിയ ചക്രം. ഫേങ്കിന, എറിയുക. ദുരൂഹ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ള. ചുനൗത്തി, വെല്ലുവിളി. ഗിർജാന, വളയപ്പെടുക. പക്ഷ്, പക്ഷം, സൈഡ്. നിഹത്തി, നിരായുധൻ. ആരുടെ കയ്യിലാണോ ആയുധമില്ലാത്തത് അവരെ നിഹത്തി എന്ന് വിളിക്കും. നിഹത്തി ആവാസ് എന്ന് പറഞ്ഞാൽ നിരായുധനായ ആളുടെ നിസ്സഹായ സ്വരം. നിരായുധൻ്റെ സൗണ്ടിനെയാണ് നിഹത്തി ആവാസ് എന്ന് പറയുന്നത്. മഹാരഥി, മഹാന്മാർ. കുചൽദേന, ചവിട്ടിമെതിക്കുക. ബ്രഹ്മാസ്ത്ര, ബ്രഹ്മാസ്ത്രം. മന്ത്രം കൊണ്ട് ഉപയോഗിക്കുന്ന അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ലോഹാലേന, സാമന കർണ. ഈ ലോഹാലേന സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളത് എന്തിനാണ്? കുറേ തവണ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലോഹാലേനക്ക സമാനാർത്ഥി ശബ്ദിക്ക് ആഹേ. ആൻസർ സാമന കർണ. അപ്പോൾ ഹിന്ദിയിലുള്ള അർത്ഥം തന്നെ പഠിച്ചു വെക്കണം. ലോഹാലേന എന്ന് പറഞ്ഞാൽ സാമന കർണ അല്ലെങ്കിൽ നേരിടുക. ഇതിഹാസ്, ചരിത്രം. സാമൂഹിക, കൂട്ടായിട്ടുള്ള, ഗ്രൂപ്പായിട്ടുള്ള. സഹസ, പെട്ടെന്ന്. ജൂട്ടി പഠന, പ്രയോജനമില്ലാതാവുക, തെറ്റാണെന്ന് തെളിയുക. ഇതൊക്കെയാണ് ജൂട്ടി പഠന. സച്ചായി, സത്യം. ആശ്രയ്, സഹാര, സപ്പോർട്ട്. കവിതയിൽ വന്നിട്ടുള്ള പ്രതീകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം.
ഈ കവിത ഒരു പ്രതീകാത്മക കവിതയാണ്. ധർമ്മവീർ ഭാരതിക്ക് एक പ്രതീകാത്മക കവിത ഹേ ടൂട്ടാ പഹ്യ. എന്താണ് പ്രതീകങ്ങൾ, എന്തുകൊണ്ടാണ് ഇതൊരു പ്രതീകാത്മക കവിതയാണ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ കവിതയുടെ സമകാലിക പ്രസക്തി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഇത്തരം പ്രതീകങ്ങളുടെ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കവിതയിലുള്ള ഓരോ പ്രതീകങ്ങളും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ടൂട്ടാ പഹിയ എന്ന പാഠത്തിലെ പ്രതീകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പ്രതീകം എന്താണ്? ടൂട്ടാ പഹിയ. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടൂട്ടാ ഹുവ മാനുഷിക മൂല്യം, അതായത് തകർന്ന മനുഷ്യൻ്റെ ആ മൂല്യത്തെയാണ് പറയുന്നത്. അതേപോലെ ഉപേക്ഷിത് ലഘുമാനവ്, ഉപേക്ഷിക്കപ്പെട്ട സാധാരണ മനുഷ്യരെയും സൂചിപ്പിക്കുന്നു. അടുത്ത ആള് അഭിമന്യു. അഭിമന്യു എന്ന് പറയുന്നതും ഈ പാഠത്തിലെ ഒരു പ്രതീകമാണ്. നയി യുവ പീഡി, പുതിയ തലമുറ. അതേപോലെ ന്യായ്ക്ക് മാർഗ് പർ ചൽനെ വാലെ ലോഗ്, ന്യായത്തിൻ്റെ പക്ഷത്ത് നടക്കുന്ന പ്രവർത്തിക്കുന്ന മനുഷ്യർ. സാധാരണ ജനത, സാധാരണ ജനങ്ങളെന്നും. അധർമ്മക വിരോധ കർണേവാല, അധർമ്മത്തിനെ എതിർക്കുന്നവനെന്നൊക്കെയാണ് അഭിമന്യുവിനെ പ്രതീകമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഭിമന്യു കിസ്ക പ്രതീക് ഹെ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ സാധാരണ ജനത എന്നും, അതല്ലെങ്കിൽ അധർമ്മക വിരോധ് എന്നും, അല്ലെങ്കിൽ ന്യായ്ക്ക് മാർഗ് പർ ചലനെ വാല എന്നും, നൈ യുവാ പീഡി. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നാൽ നമ്മൾ അത് കണ്ടുപിടിച്ച് എഴുതണം. അഭിമന്യു എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രതീകമാണ്. ചക്രവ്യൂഹ ജീവൻ കി സമസ്യയും അതുപോലെ ജീവൻ കെ സംഘർഷം. ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര പ്രയാസമായിട്ട ഒരു ട്രാപ്പാണ് അല്ലേ, നമ്മളതിനെ ഒരു കെണിയാണ് എന്ത്? ചക്രവ്യൂഹം. അപ്പോൾ ഈ ചക്രവ്യൂഹം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവൻ കി സമസ്യയും, ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ചക്രവ്യൂഹം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, ഞാനൊരു ചക്രവ്യൂഹത്തിനകത്ത് പെട്ട പോലെയാണ്, നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും ആകെ എല്ലാം കൊണ്ടും ഇതാകുമ്പോൾ നമ്മളൊരു ചക്രവ്യൂഹ വലയത്തിൽ പെട്ടതുപോലെ തോന്നും. അടുത്ത് ജീവൻ കെ സംഘർഷ്, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സംഘർഷങ്ങൾ. അപ്പോൾ ചക്രവ്യൂഹ കിസ്ക പ്രതീക എന്ന് ചോദിച്ചാൽ ജീവൻ കി സമസ്യയും അല്ലെങ്കിൽ ജീവൻ കെ സംഘർഷ്. അടുത്തതാണ് അക്ഷയ്ഹിണി സേന. അക്ഷയ്ഹിണി സേന എന്നത് ശോഷൺ കി വ്യവസ്ഥയാണ്, നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് അക്ഷൗഹിണി സേന. അടുത്തത് മഹാരഥി. മഹാരഥി എന്ന് പറയുന്നത് ശോഷകമാണ്, നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ശോഷക്. അടുത്ത് ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞത് ശക്തി ഔർ അധികാർ. ബ്രഹ്മാസ്ത്രമാണ് ഏറ്റവും വലിയ ശക്തിയും അധികാരത്തെയും സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. മാനുഷിക മൂല്യം എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ വാല്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ ഉപേക്ഷിത് മാനവ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. യുവാ പീഡി എന്ന് പറഞ്ഞാൽ യുവ തലമുറ. ജീവൻ കി സമസ്യയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. ജീവൻ സംഘർഷം എന്ന് പറഞ്ഞാൽ ജീവിത സമരങ്ങളാണ്, സ്ട്രഗിളുകളാണ്. ശോഷണം എന്ന് പറഞ്ഞാൽ ചൂഷണം, ശോഷകൻ എന്ന് പറഞ്ഞാൽ ചൂഷകൻ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ പ്രതീകങ്ങളിൽ പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിലെ ആശയവും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ ഇതിൻ്റെ കഥയും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ടൂട്ടാ പഹ്യ എന്ന ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ 2-3 വീഡിയോയിലായിട്ടായിരിക്കും ഇടുന്നുണ്ടായിരിക്കുക. അതേപോലെ 2 വർഷം മുന്നേ ഈ പാഠം വിശദീകരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോയും കാണുക. അപ്പോൾ ഇത്തവണ പാഠം എടുക്കുന്ന വീഡിയോ ഇടുന്നില്ല, പാഠത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.